ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ആകാശിന് ആക്സിഡൻ്റ് ആയിരിക്കുകയാണ്. ഏകദേശം അവൻ്റെ ബോധം നഷ്ടപ്പെട്ട് മരണത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ആ സമയത്ത് അവൻ്റെ അമ്മ അച്ഛനോട് പറയുന്നുണ്ട്, അവനെ അവൻ്റെ ഇഷ്ടത്തിൽ അവിടെ വിട്ടിട്ട് വന്നാൽ മതിയായിരുന്നു. വേണ്ടാതെ അവനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവനെ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കേണ്ടിയിരുന്നില്ല. സർവ്വ കുറ്റങ്ങളും അവൻ്റെ അച്ഛൻ്റേത് മാത്രമായതുകൊണ്ട് തന്നെ അയാൾ മറുത്തൊന്നും പറയുന്നില്ല. അയാൾ വീണ്ടും വീണ്ടും ആകാശിനോട് എഴുന്നേൽക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അവിടെ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല എന്നറിയുന്നതുകൊണ്ട് അവൻ്റെ അമ്മ പറയുന്നുണ്ട് ആംബുലൻസ് വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അമ്മയുടെ സഹോദരനോട് പറയാണ് ആംബുലൻസിന് വിളിക്കാൻ. അപ്പോൾ അയാൾ പറയാണ്, ഇത് ഹോസ്പിറ്റലൊന്നും അടുത്തില്ലാത്തൊരു സ്ഥലമാണ്, ഇവിടെ വണ്ടിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഏതെങ്കിലും വണ്ടിയിൽ കൊണ്ടുപോയേ മതിയാവുള്ളൂ, ഇവിടെ എങ്ങനെയാണ് വണ്ടി കിട്ടുക എന്നൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ അലറിക്കറിയാണ്. കാരണം അവരുടെ കാറാണെങ്കിൽ ഓൾറെഡി ആക്സിഡൻ്റ് ആയി കിടക്കുകയാണല്ലോ. രക്തം മുഴുവൻ വാർന്നു പോയിട്ട് ഇവനിപ്പോൾ മരിച്ചു പോകുന്നതാണ് തോന്നുന്നത് എന്നൊക്കെയാണ് അയാൾ കരഞ്ഞോണ്ട് പറയുന്നത്. അപ്പം അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആരതിയെങ്കിലും വിളിക്കാൻ നോക്ക്, ഞാൻ ഇപ്പം തന്നെ വിളിക്കാം, ഉടനെ ആരതിയെങ്കിലും വിളിക്ക് ആകാശ് ആകാശ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അമ്മ കരയാണ്. അയാളാണെങ്കിൽ വേച്ച് പോയി ഫോൺ എടുത്തിട്ട് ആരതിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആരതി ആ സമയത്ത് സിദ്ധുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ്റെ അച്ഛനും അമ്മാവനും അമ്മയൊക്കെ വന്നിട്ട് അവനെ അടിച്ചിട്ടാണ് കൂട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. ഫോൺ റിങ് ചെയ്യുന്ന കേട്ടപ്പോൾ ആരതി പോയിട്ട് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ആകാശിൻ്റെ അച്ഛനാണ് വിളിക്കുന്നത്. ഏയ്, ആകാശിൻ്റെ അച്ഛനാണ് വിളിക്കുന്നത്. ആകാശിൻ്റെ അച്ഛനോ, വേഗം കോൾ അറ്റൻഡ് ചെയ്യ്, എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അവൾ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ അയാൾ പൊട്ടിക്കരയാണ് മറുതലക്കൽ. എന്തിനാ അങ്കിൾ കരയുന്നത് ആരതി ചോദിക്കുകയാണ്. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ അയാൾ ആരതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആകാശിനെ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് പിടിച്ചു കൊണ്ടുപോയതും, ആകാശ് ബലം പ്രയോഗിച്ചിട്ട് തിരിച്ചു പോകണമെന്ന് വാശി പിടിച്ച സമയത്ത് വിടാതിരുന്നതും, അതിനുശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നവൻ ചാടിപ്പോകുന്നവൻ ഭീഷണിപ്പെടുത്തിയ സമയത്ത് അവനെ ബലമായി പിടിച്ചു വെച്ച സമയത്ത് അവൻ അമ്മയും അച്ഛനെയും മാറ്റിയിട്ട് വണ്ടിയുടെ നിയന്ത്രണം വിട്ടതും കാറ് ചെന്നിടിച്ചതും ആകാശിനിപ്പോൾ അപകടം സംഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും ആരതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ആകാശിൻ്റെ നില അതീവ ഗുരുതരമായിട്ട് ബോധമില്ലാത്ത അവസ്ഥയിലാണെന്ന് കേട്ടതും ആരതി ആകെ ഷോക്കായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. ആക്സിഡൻ്റ് ആയിന്നോ, എന്തൊക്കെയാ അങ്കിൾ നിങ്ങൾ ഈ പറയുന്നത്? അയാളും കരഞ്ഞുകൊണ്ട് അലമുറയിട്ടിട്ടാണ് സംസാരിക്കുന്നത്. ആകാശ് ജീവന് വേണ്ടി പോരാടുകയാണ് മോളെ, ഇവിടെ വണ്ടിയൊന്നും കിട്ടാൻ പോലും ഇല്ല മോളെ. ആകാശിൻ്റെ തലയിൽ നിന്നും അമിതമായിട്ട് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അയാൾ അലമുറയിട്ടിട്ടുകൊണ്ട് ആരതിയോട് പറയുന്നുണ്ട് കാർ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആരതി കോള് കട്ട് ചെയ്തതും എല്ലാവരും ആരതിയോട് കാര്യം ചോദിക്കുകയാണ്. കാരണം അവൾ ഫോണിൽ തന്നെ ആക്സിഡൻ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. സിദ്ധാർത്ഥ അടക്കം ആ ഒരു വേദന പോലും വകവെക്കാതെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കോള് കട്ടായപ്പോൾ തന്നെ ആരതി കരഞ്ഞുകൊണ്ട് പറയാണ്, സിദ്ധു, ആകാശിന് ആക്സിഡൻ്റ് ആയിരിക്കുകയാണ്, അവിടെ വണ്ടി പോലും ഇല്ലാത്ത സ്ഥലത്ത് ജീവന് വേണ്ടി പോരാടുവാണ്. അത് കേട്ട സമയത്ത് ജാനകിയും ലക്ഷ്മിയൊക്കെ പൊട്ടിക്കരയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആരതിക്കും കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയിലാണ്. അതേപോലെ തന്നെ ആകാശിൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ മാറി മാറി അവനെ വിളിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് എണീക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ബോധമില്ലാതെ കിടക്കുകയാണല്ലോ. അപ്പോൾ സിദ്ധു ലക്ഷ്മിയോട് ഷർട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നിൻ്റെ ശരീരം മുഴുവൻ വ്രണമാണ് പൊള്ളിയിട്ടുള്ളത്, ഇപ്പോൾ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ അതാണോ അമ്മ മുഖ്യമായ കാര്യം? സിദ്ധു ചോദിക്കുകയാണ്. എന്നിട്ട് അവൻ വേഗം തന്നെ ഷർട്ട് ഇടുന്നുണ്ട്. വേദന കൊണ്ട് സിദ്ധു പൊളയുവാണ്. അവന് ഷർട്ടിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും ആരതിയുടെ ആ ഒരു കണ്ണീരും ആകാശിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അറിഞ്ഞപ്പോൾ അവൻ്റെ വേദനയൊന്നും വകവെക്കുന്നില്ല. മകൻ്റെ ആ ഒരു വേദന കാണുമ്പോൾ ജാനകിയുടെയും കണ്ണ് നിറയാണ്. പക്ഷെ വേറെ വഴിയില്ല. ആകാശാണെങ്കിൽ അവിടെ വണ്ടി കിട്ടാതെ മരണത്തോട് മല്ലടിക്കുകയാണ്. അപ്പോൾ ആരതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ പോയി ചന്ദ്രികയെ കൂട്ടിക്കൊണ്ട് വരാം. എന്നിട്ട് ഓടിയിട്ട് ചന്ദ്രിക നിൽക്കുന്ന റൂമിലേക്ക് പോവാണ്. ചന്ദ്രിക 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 എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ്. അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളുടെ ആ ഒരു പതർച്ച കണ്ടപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ആരതി എന്താ പറ്റിയത്? സിദ്ധാർത്ഥന് എന്തോ സംഭവിച്ചു എന്നാണ് അവൾ കരുതുന്നത്. കാരണം ആ ഒരു സ്റ്റേജിൽ സിദ്ധാർത്ഥനാണല്ലോ വയ്യാത്തത്. പക്ഷെ എങ്ങനെയൊക്കെയോ ആരതി പറഞ്ഞൊപ്പിക്കുകയാണ് ആകാശിന്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ആകാശിന് എന്താ പറ്റിയത്? ആകാശിന് ആക്സിഡൻ്റ് ആയി ചന്ദ്രിക. എന്താ നീ പറഞ്ഞത്? ചന്ദ്രിക ഷോക്കായിട്ട് ചോദിക്കുകയാണ്. എനിക്കൊന്നും അറിയില്ല, ആകാശിൻ്റെ അച്ഛൻ ഇപ്പോഴാണ് വിളിച്ചത്. ആകാശിന് കാർ ആക്സിഡൻ്റ് ആയി, കാർ മറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ആരതി ആകെ കൂടി വെപ്രാളത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവളുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ ചന്ദ്രിക പറയുന്നുണ്ട്, നീ ഇങ്ങനെ പതറല്ലേ, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ആരതിയെയും കൂട്ടിയിട്ട് പോവാണ്. അതേസമയം വഴിയരികിലെ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്ന ആകാശിൻ്റെ അവസ്ഥയാണ് ഗുരുതരായിക്കൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ അപസ്മാരം വരുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആ ഒരു തലക്കടി കൊണ്ട് ആ ഒരു ഇഞ്ചുറി കാരണം അവനവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ
അഭിമുഖീകരിക്കുന്ന അവസ്ഥയിലാണ് ആകാശ് ഉള്ളത്. അതേസമയം ചന്ദ്രികയും ആരതിയും കൂട്ടിയിട്ട് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് വന്നപ്പോൾ സിദ്ധാർത്ഥ അമ്മയോട് പറയുന്നുണ്ട്, എനിക്കൊന്നുമില്ല അമ്മ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. സിദ്ധു സാർ എന്താ പറ്റിയത്, ആകാശിന് ആക്സിഡൻ്റ് ആയി എന്നൊക്കെ ആരതി പറയുന്നു. ചന്ദ്രിക പറയുന്നുണ്ട്, എനിക്കും ശരിക്കും അറിയില്ല ചന്ദ്രിക എന്താ സംഭവിച്ചതെന്ന്. സിദ്ധാർത്ഥ ആ ഒരു അവസ്ഥയിൽ പോകുന്നതും അവരെല്ലാവരും വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രയേറെ ശരീരത്തിൽ പൊള്ളലേറ്റിട്ടാണുള്ളത്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഞാനും വരാമെന്ന്. വേണ്ട, മലറിനെ നോക്കാൻ ആരും ഇല്ലല്ലോ, മാത്രമല്ല അമ്മയും ഇവിടെ തനിച്ചല്ലേ, ഇവിടെ നിന്നാൽ മതി ആൻറ്റി, ഞങ്ങൾ പോയിട്ട് അവിടെ എന്താ അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് വിളിച്ച് പറയാം, സാർ വാ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രിക വിളിക്കുകയാണ്. ആരതിയാണെങ്കിൽ അതിന് മുന്നേ ഓടിയിട്ട് കാറിലേക്ക് പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു, സിദ്ധു വാ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അവർ പോയതിന് ശേഷം ജാനകിയും ലക്ഷ്മിയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്തിനാ ദൈവം ഇങ്ങനെ ഒരു പരീക്ഷണം എന്നൊക്കെ. അതേസമയം ആകാശിന് ആക്സിഡൻ്റ് ആയ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ആരതിയും സിദ്ധാർത്ഥമൊക്കെ സഞ്ചരിച്ച കാറ്. ആ സമയത്ത് ആകാശിൻ്റെ നില ഗുരുതരമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ അവനെ ഉണർത്താൻ വേണ്ടി വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു, ആകാശ് എഴുന്നേക്കട എഴുന്നേക്കട എന്നൊക്കെ പറഞ്ഞിട്ട്. ആകാശാണെങ്കിൽ ഒരു ബോധമില്ലാത്ത അവസ്ഥയിലാണ്. ആരതി അങ്ങോട്ടേക്ക് ഓടിപ്പാഞ്ഞു വരികയാണ്. ആരതിയോ അലറി വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, ആകാശ് എന്താ പറ്റി, ആകാശ് എഴുന്നേക്ക്, ആകാശ് എഴുന്നേക്ക്, ആകാശ് എന്നൊക്കെ ആരതിയും കരയാണ്. അതുപോലെ ചന്ദ്രികയും സിദ്ധാർത്ഥം ഒക്കെ പോയിട്ട് അവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആരതി ആകാശിൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് നോക്കുകയാണ് ചെവി വെച്ചിട്ട്. ആ സമയത്ത് അവനക്ക് ഹാർട്ട് ബീറ്റ് കേൾക്കുന്നില്ല. അവൾ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, ഏട്ടാ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നില്ല ഏട്ടാ. അപ്പോൾ അവൻ്റെ അച്ഛനും കരഞ്ഞോണ്ട് പറയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഒരു നിമിഷം ആരതി എന്ന് പറഞ്ഞിട്ട് CPR കൊടുക്കുകയാണ് സിദ്ധാർത്ഥ്. പക്ഷേ എന്നിട്ടൊന്നും ആകാശിന് ബോധം വരുന്നില്ല. അതിനുശേഷം ആരതിയാണെങ്കിൽ അവൻ ആ ഒരു ഓക്സിജന് വേണ്ടിയിട്ട് ശ്വാസോച്ഛ്വാസമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എത്ര തന്നെ ശ്രമിച്ചിട്ടും ആകാശിൻ്റെ ആ ഒരു ഇത് തിരിച്ചു വരുന്നില്ല, ബോധത്തിലേക്ക് വരുന്നില്ല. അവൻ്റെ അച്ഛനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ആകാശ് ആരതി വന്നിട്ടുണ്ട്, ആകാശ് കണ്ണ് തുറക്ക ആകാശ്. സിദ്ധാർത്ഥവും ആരതിയും മാറി മാറി ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആരതി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ആകാശ് നിനക്ക് ഒന്നുമില്ല, ആകാശ് എഴുന്നേക്ക്, ആകാശ് എഴുന്നേക്ക്, ആകാശ്. അതുപോലെ തന്നെ അവൻ്റെ അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ ഓരോന്നും എണ്ണി പറയാണ്, നിനക്കൊന്നുമില്ല ആകാശ് എഴുന്നേക്ക്, ആകാശ് എഴുന്നേക്ക്, ആകാശ്. ആരതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ സിദ്ധാർത്ഥ് CPR കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അവസാനം അവൻ്റെ ശ്രമം വിജയിക്കുകയാണ്. ആകാശ് ചുമച്ചുകൊണ്ട് അവന് ജീവനുണ്ട് എന്നുള്ളത് തെളിയിക്കുകയാണ്. അത് കണ്ടപ്പോൾ എല്ലാവർക്കും വല്ലാത്ത സന്തോഷമായി. കാരണം അവൻ്റെ ജീവൻ പോയിട്ടില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള കാര്യങ്ങളാണ് പിന്നീട് ചെയ്യുന്നത്. ഏട്ടാ വാ ഏട്ടാ, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ആരതി ഇങ്ങനെ വെപ്രാളത്തോടെയാണ് സംസാരിക്കുന്നത്. ആകാശിനെ എത്രയും പെട്ടെന്ന് എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും സിദ്ധാർത്ഥ് പറ്റെ കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം അവൻ്റെ ശരീരം ഓൾറെഡി ക്ഷീണിച്ചിട്ടാണുള്ളത് പൊള്ളലേറ്റത് കാരണം. അവനവിടെ മുട്ടുകുത്തി ഇരുന്നപ്പോൾ തന്നെ എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. ആകാശിൻ്റെ അമ്മാവൻ തന്നെ അവനെ എങ്ങനെയൊക്കെയോ പൊക്കിയിട്ട് വണ്ടിയിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ്. അവൻ്റെ അച്ഛനും സിദ്ധാർത്ഥും ഒക്കെ അങ്ങനെയൊക്കെയോ ഓടിയിട്ട് വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. കാരണം അവൻ്റെ അച്ഛന് ആക്സിഡൻ്റ് ആയത് കാരണം പെട്ടെന്നൊന്നും ഓടാൻ പറ്റുന്നില്ല. സിദ്ധുവിനാണെങ്കിൽ പൊള്ളലേറ്റത് കാരണം നടക്കാനും വയ്യ. അങ്ങനെ എങ്ങനെയൊക്കെയാണ് അവരെല്ലാവരും കൂടെ കാറിൽ കയറിയിട്ട് പോകുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയെങ്കിലും ആകാശിന് അപ്പോഴും ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും മാറി മാറി ആകാശ് എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. കണ്ണ് തുറക്കാൻ വേണ്ടിയൊക്കെ അത്രയും യാചിച്ച് പറയാണ്. പക്ഷേ ആകാശിൻ്റെ ബോധം തിരികെ വരുന്നില്ല. ക്രിട്ടിക്കൽ ഏരിയയിലേക്കാണ് ആകാശിനെയും കൂട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ ബാക്കിയുള്ള റിലേറ്റീവ്സിനോടൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയാണ്. ആരതിയാണെങ്കിൽ വെപ്രാളത്തോടു കൂടി പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ആകാശ് എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ചെന്നിട്ട് പറയുന്നുണ്ട്, ആരതി കരയല്ലേ ചന്ദ്രിക, എനിക്ക് ആകാശിന് ഇങ്ങനെ ഒരു അവസ്ഥയെ കാണാൻ വയ്യ. സിദ്ധാർത്ഥാണെങ്കിൽ വേദന കൊണ്ട് പൊളയാണ്. ആകാശിൻ്റെ അച്ഛനും ഒക്കെ ആകെ തകർന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഡോക്ടർ പുറത്ത് വന്നിട്ടുണ്ട്. ഡോക്ടറോട് ആരതി തന്നെയാണ് ചോദിച്ചത്, ഡോക്ടർ ആകാശിന് എങ്ങനെയുണ്ട്? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആകാശിന് ഹെഡിൽ ഇഞ്ചുറി ആയിട്ടാണുള്ളത്. അത് കേട്ട സമയത്ത് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വീണ്ടും പറയുന്നുണ്ട്, അയാൾക്ക് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അപ്പോൾ സർജറിയോ? എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ആരാണ്? അപ്പോൾ അവർ രണ്ടുപേരും പറയുന്നുണ്ട്, ഞങ്ങളെ അച്ഛനും അമ്മയും. നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചതാണോ? അതെ, ഞാനാണ് അവൻ്റെ ഭാര്യ എന്ന് ആരതി വേഗം അഭിമാനത്തോടെ പറയാണ്. നേഴ്സ്, ഇവരോടൊരു സൈൻ വാങ്ങിക്ക്. ആരതി വേഗം തന്നെ എവിടെ ഒപ്പിടേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവൻ്റെ അച്ഛനും അമ്മയും ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. മാത്രമല്ല അവരിങ്ങനെ ഓരോന്നിങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിദ്ധാർത്ഥ് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് ആകാശിൻ്റെ ഓപ്പറേഷന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഡോക്ടറും നഴ്സും ഒക്കെ അകത്തേക്ക് പോയി. അകത്ത് ആകാശിൻ്റെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ളവരൊക്കെ ഉരുകി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആകാശിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഓരോന്ന് പദം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ സിദ്ധാർത്ഥ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. ആരതിയാണെങ്കിൽ ആകാശിനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിലും അവളും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്.
അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ആകാശിൻ്റെ ഓപ്പറേഷൻ അവസാനിച്ചിട്ട് ഡോക്ടർമാരൊക്കെ പുറത്തേക്ക് പോവുകയാണ്. അതേസമയം മഹേഷ് ആണെങ്കിൽ ഒരു ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് കൈ കഴുകിയിട്ട് പേഴ്സ് തപ്പുന്ന സമയത്താണ് അവന് മനസ്സിലായത് അവൻ്റെ പോക്കറ്റ് ആരോ അടിച്ചിരിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന പേഴ്സ് നഷ്ടപ്പെട്ടു. ആരോ പോക്കറ്റ് അടിച്ചു എന്നാണ് തോന്നുന്നത്. ഇനി എന്താ ചെയ്യുക? അവനാകെ വെപ്രാളത്തോടു കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് തലതാഴ്ത്തിയിട്ടാണ് നിൽക്കുന്നത്. അവിടെ എത്തിയ സമയത്ത് അവർ എത്രയാ പൈസ എന്ന് ചോദിക്കുന്ന സമയത്ത് മഹേഷ് പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സർ, എൻ്റെ പേഴ്സ് മിസ്സായിപ്പോയി. അടുത്ത തവണ വരുമ്പോൾ ബില്ലടച്ചോളാം സർ. അപ്പോൾ ആ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഓണറിനെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളത് ഓണറായിട്ട് സംസാരിക്കൂ സർ. അപ്പോൾ അയാളുമായിട്ടാണ് പിന്നീട് മഹേഷ് പറയുന്നത്, സർ, പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു സർ. അപ്പോൾ അയാൾ ദേഷ്യത്തോടെയാണ് തിരിച്ച് പ്രതികരിക്കുന്നത്, ഏയ്, ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്തോ പൊട്ടന്മാരാണെന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് രാവിലെ മുതൽ നീ മൂന്നാമത്തെ ആളാണ്. മഹേഷ് ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്. ഇങ്ങനെ സ്വന്തം പേഴ്സ് പോലും സംരക്ഷിക്കാൻ പറ്റാതെ ഓരോ കാരണം പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു പോയാൽ ഞങ്ങൾ എന്താ സാർ ചെയ്യുക? അതുകൊണ്ട് അതൊന്നും ഇവിടെ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. മര്യാദയ്ക്ക് ബില്ല് സെറ്റിൽ ചെയ്തിട്ട് പോകാൻ നോക്ക്. അയ്യോ, ഫോൺ ഞാൻ വീട്ടിൽ വെച്ചിട്ട് സർ വന്നു പോയത്. മഹേഷ് ആകെ ടെൻഷനോടെയാണ് പറയുന്നത്. ആഹാ, കൊള്ളാലോ, ഫോണും ഇല്ല പേഴ്സും ഇല്ല. നിന്നെ വിശ്വസിച്ചിട്ട് എങ്ങനെയാ ഞങ്ങൾ നിന്നെ വിടുക? അങ്ങനെയൊന്നും അല്ല സർ, ഞാൻ തീർച്ചയായിട്ടും പണം കൊണ്ടുവന്ന് തരും സർ. മഹേഷ് വീണ്ടും പറഞ്ഞു നോക്കുകയാണ്. ഇല്ല, അതൊന്നും പറ്റില്ല. അയാളും വിട്ടുകൊടുക്കുന്നില്ല. ഇനി എന്താ ചെയ്യാന്നറിയാതെ മഹേഷ് ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്ന സമയത്താണ് ആ ഓണറിന് പിന്നിലായിട്ട് ആ ഒരു ഹോട്ടലിൽ ഒരു ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോ, ആ ഫോട്ടോയിൽ മഹേന്ദ്രൻ്റെ പൊന്നാട അണിയിച്ചു കൊടുക്കുകയാണ് ആ ഓണർ. അപ്പോൾ പെട്ടെന്നാണ് മഹേഷിൻ്റെ കണ്ണിലത് പെടുന്നത്. മഹേഷ് അത് കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, സർ, ആ ഫോട്ടോയിലുള്ളത് നിങ്ങളുടെ ഫ്രണ്ടാണോ സർ? അതെ, എൻ്റെ ഫ്രണ്ടാണ്. അതിനെന്താ ഇപ്പോൾ? അയാൾ തിരിച്ചു ചോദിക്കുകയാണ്. ഏയ്, അതല്ല സർ, അത് എൻ്റെ അമ്മായി അച്ഛനാണ്. അയ്യോ, എന്താ പറഞ്ഞത്? ഇത് നിങ്ങളുടെ അമ്മായി അച്ഛനാണെന്നോ? അപ്പോൾ നിങ്ങൾ ചന്ദ്രികയുടെ ഹസ്ബൻഡാണോ? അതെ സർ. മഹേഷിന് ശരിക്കൊരു താക്കോല് വീണ് കിട്ടിയ സന്തോഷമായിരുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്കിത് ആദ്യം പറഞ്ഞുകൂടായിരുന്നോ സർ? ഈ ഹോട്ടൽ തുറക്കാൻ തന്നെ ഏറ്റവും വലിയ കാരണക്കാരൻ മഹേന്ദ്രൻ സാറാണ്. അങ്ങനെയുള്ള മഹേന്ദ്രൻ സാറിൻ്റെ മരുമകനോട് ഞാൻ മോശമായിട്ട് സംസാരിച്ചു പോയല്ലോ. സാരില്ല, കുഴപ്പമില്ല സർ, നിങ്ങൾ ബില്ലൊന്നും തരണ്ട സർ. അപ്പോൾ മഹേഷിന് വല്ലാത്ത അതിശയം തോന്നുകയാണ്. കാരണം മഹേന്ദ്രൻ്റെ പേര് പറഞ്ഞ ഉടനെ ബില്ല് വരെ വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മഹേന്ദ്രൻ സാറിനോടും ചന്ദ്രികയോടും എൻ്റെ അന്വേഷണം പറഞ്ഞാൽ മതി. ആ, ശരി സർ. മഹേഷ് നല്ലൊരു കള്ളം പറയാണ്. കാരണം ഇപ്പോൾ ചന്ദ്രികയായിട്ട് യാതൊരു ബന്ധവും ഇല്ലയെന്ന് ആരോടും പറയാൻ പറ്റില്ല. മഹേന്ദ്രൻ്റെ പേരിലാണ് എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക ഇപ്പോൾ ഒരു ഗാർമെൻറ്റ്സിൻ്റെ ഓണറായി അല്ലേ? മഹേഷിന് അത്ര കാര്യമായിട്ട് അറിയാത്തത് കൊണ്ട് അവരൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അയാൾ വീണ്ടും പറയുന്നുണ്ട്, അതും കൂടെ ചേർത്തിട്ട് എൻ്റെ അഭിനന്ദനങ്ങൾ പറഞ്ഞേക്ക്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞോളാം സർ. മഹേന്ദ്രൻ സാറിന് എൻ്റെ കടയിലെ മസാല ദോശ നല്ല ഇഷ്ടമാണ്. ഞാനത് പാർസൽ ചെയ്ത് തന്നു വിടാം. അത് അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ സർ. ഓ, മഹേഷ് സന്തോഷത്തോടെ സമ്മതിക്കുകയാണ്. എന്നിട്ട് അകത്തേക്ക് നോക്കിയിട്ട് 2 മസാല ദോശ പാർസലാക്കാൻ വേണ്ടി പറയാണ്. ആ സമയത്ത് മഹേഷ് ചിന്തിക്കുന്നുണ്ട്, ഞാൻ കൊണ്ടുപോയി കൊടുത്ത മഹേന്ദ്രൻ ഇതൊക്കെ വാങ്ങിക്കുമോ? പാർസൽ കൊണ്ടുപോയി ഞാൻ തന്നെ കഴിക്കാം. മഹേഷ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും പാർസൽ വന്നിട്ട് അയാളത് വാങ്ങിയിട്ട് മഹേഷിനെ ഏൽപ്പിക്കുകയാണ്. ഇത് മഹേന്ദ്രന് കൊടുത്തേക്ക് സർ. ഓക്കെ, താങ്ക്സ് എന്നൊക്കെ മഹേഷും പറയുന്നുണ്ട്. എന്താ സർ താങ്ക്സ് ഒക്കെ പറയുന്നത്? ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ വരാതെ പോവരുത്. തീർച്ചയായും സർ. നിങ്ങളെപ്പോലുള്ള വലിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ അഭിമാനമാണ്. അയാൾ വലിയ വില കൊടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. മഹേഷ് അയാളോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പുറത്തെത്തിയ സമയത്ത് മഹേഷ് ചിന്തിക്കുന്നുണ്ട്, മഹേന്ദ്രൻ്റെ മരുമകനാണെന്ന് പറഞ്ഞതും ഇത്രയ്ക്കധികം മര്യാദ തരുന്നു. ചന്ദ്രികയുടെയും സിദ്ധാർത്ഥ് സാറിൻ്റെയും കല്യാണം കഴിയുന്നത് വരെ ഈ മര്യാദയൊക്കെ എനിക്ക് കിട്ടും. അതിനുശേഷം ഈ മര്യാദയൊന്നും ആരിൽ നിന്നും എനിക്ക് കിട്ടില്ല. ഞാൻ വീണ്ടും പഴയതുപോലെ ആർക്കും ഒരു വിലയുമില്ലാത്തവനാവും. എന്നിട്ട് അവൻ വീണ്ടും തിരിഞ്ഞ ഹോട്ടലിലേക്ക് നോക്കിക്കൊണ്ട് ചിന്തിക്കുകയാണ്, ഞാനെന്തിനിങ്ങനെ ആർക്കും ഒരു വിലയില്ലാത്തവനായി ജീവിക്കുന്നത്? ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് ചോദിച്ച് നല്ലവനായി മാറിയല്ലോ. അവരും എനിക്ക് മാപ്പ് തന്നു കഴിഞ്ഞു. ചന്ദ്രിക എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു കാലത്തും ഞാനിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ല. മഹേന്ദ്രൻ്റെ മരുമകനാണെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും നല്ല അഭിമാനത്തോടു കൂടിയാണ് എനിക്ക് വില തരുന്നത്. അതിനു പുറമെ ചന്ദ്രിക ഇപ്പോൾ ഒരു ഗാർമെൻറ്റ്സിൻ്റെ ഓണർ വരെ ആയി. അവൾ വീണ്ടും പഴയതുപോലെ എന്നെ അവളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ
ലൈഫ് ലോങ് എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാം. മഹേഷ് ഇങ്ങനെ സ്വയം മനസ്സിൽ ചിന്തിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാണ്. അവന് വീണ്ടും ചന്ദ്രികയുടെ ജീവിതത്തിലേക്ക് പോകാൻ നല്ല ആഗ്രഹം വരുന്നുണ്ടായിരുന്നു. അതേസമയം ഹോസ്പിറ്റലിലാണെങ്കിൽ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴേക്കും ഡോക്ടർ പുറത്തിറങ്ങി വരുന്നുണ്ട്. ഡോക്ടർ ഡോക്ടർ സർജറി കഴിഞ്ഞോ? ആരതി വെപ്രാളത്തോടെ ചോദിക്കുകയാണ്. സർജറി കഴിഞ്ഞു, ഡോക്ടർ പറയാണ്. അദ്ദേഹം കണ്ണു തുറന്നോ? പേടിക്കാനൊന്നുമില്ല, സർജറിയൊക്കെ കഴിഞ്ഞതാണ്. കുറച്ച് സമയം കൊണ്ട് കണ്ണു തുറക്കും. ആ സമയത്ത് നിങ്ങൾക്ക് പോയി കാണാം. ഡോക്ടർ പറഞ്ഞത് കേട്ടതും എല്ലാവരും സന്തോഷത്തോടെ നെഞ്ചിൽ കൈവയ്ക്കുകയാണ്. ദൈവത്തിനെ നന്ദിയോടെ സ്മരിക്കുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, കൃത്യമായ സമയത്താണ് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടിപ്പോൾ അയാളുടെ ജീവൻ ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല. ചന്ദ്രിക ആരതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ആരതിക്ക് സമാധാനമായതും. അതേപോലെ തന്നെ സിദ്ധാർത്ഥാണെങ്കിൽ ആ സമയത്തൊക്കെ വേദന കൊണ്ട് പൊളയുന്നുണ്ടെങ്കിലും ആകാശിൻ്റെ അച്ഛനെ സമാധാനിപ്പിക്കാൻ അവനും മറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആകാശിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു പുറത്ത് വിൻഡോയുടെ പുറത്തുകൂടി ആരതി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൾക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു ആകാശിന് അങ്ങനെ ഒരു അവസ്ഥയെ കാണുന്ന സമയത്ത്. അല്പം മുമ്പ് വരെ അവളുടെ കൂടെ കളിച്ചും ചിരിച്ചൊക്കെ നടന്നൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ആരതിക്ക് ശേഷം അവൻ്റെ അച്ഛൻ വന്നിട്ടാണ് നോക്കുന്നത്. അയാൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സങ്കടമാണ്. കാരണം അയാൾ ഒരാൾ കാരണമാണ് തൻ്റെ മകൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. അയാൾ കണ്ണൊക്കെ തുടക്കുകയാണ്. കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും റൂമിലേക്ക് വന്നിട്ട് സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട്, ആകാശ് കണ്ണ് തുറന്നോ? ഇല്ല സർ. അത് കേട്ട സമയത്ത് ഡോക്ടർ വാച്ചിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് ആകാശിനെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്, ആകാശ് ആകാശ്. പക്ഷെ അപ്പോഴും ആകാശ് കണ്ണ് തുറക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ സിസ്റ്ററോട് പറയാണ്, ഈ സമയം കൊണ്ട് ആകാശിന് ബോധം വരേണ്ടതാണല്ലോ. എന്തു പറ്റി ഇയാൾക്ക്? നഴ്സ്, ഇയാളുടെ ഫയൽ എടുക്ക് എന്ന് പറഞ്ഞിട്ട് ആകാശിൻ്റെ ആ ഒരു ബാക്കിയുള്ള ഫയലും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം നഴ്സിനോട് പറയുന്നുണ്ട്, ആക്സിഡൻറ്റിൻ്റെ ആ ഒരു ഷോക്കിൽ, അടിയുടെ ഷോക്കിൽ ഇയാൾക്ക് ഇത്ര നേരമായിട്ട് ബോധം തിരിച്ച് വന്നിട്ടില്ല, ഓർമ്മശക്തി വന്നിട്ടില്ല. കണ്ണ് തുറന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രമേ ഓർമ്മശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. ഇയാളുടെ അമ്മയോടും അച്ഛനോടും എല്ലാവരോടും വരാൻ പറയും. ഓക്കെ സർ. എന്നിട്ട് പുറത്ത് വന്നിട്ട് പറയാണ്, സിദ്ധു സാർ നിങ്ങളോട് എല്ലാവരും ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെയാണ് അകത്തേക്ക് പോകുന്നത്. ആ സമയത്ത് ഡോക്ടറും അവിടെ തന്നെയുണ്ട്. ആരതി ആകാശിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആകാശിന് ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, റിപ്പോർട്ട്സൊക്കെ നോർമലാണ്. എല്ലാവരും സമാധാനത്തോടെ നിൽക്കുമ്പോഴാണ് ഡോക്ടർ പറയുന്നത്, പക്ഷേ ആകാശിന് ഇതുവരെയായിട്ട് ഓർമ്മശക്തി വന്നിട്ടില്ല, അയാളുടെ ബോധവും തിരിച്ചു വന്നിട്ടില്ല. അത് കേട്ട സമയത്ത് എല്ലാവരും വീണ്ടും ഞെട്ടുകയാണ്. ആരതിയും അമ്മയും അച്ഛനും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.